എടാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ SIR എന്ന് പറഞ്ഞിട്ട്. ഈ അതിനെപ്പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ആടാ, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ SIR തന്നെയല്ലേ ചർച്ച. ഈ SIR ആൾക്കാർ ഭയങ്കര പേടിയോടാണ് നോക്കിക്കാണുന്നത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അങ്ങനെ പേടിയോടെ നോക്കിക്കാണണമെന്നൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ പട്ടിക ഒന്നുകൂടി ആക്യുറേറ്റ് ആക്കാന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. 2002 തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആക്കിയത്. അതെ, സംഭവം ശരിയാണ്. 2002 ലാസ്റ്റ് ഇത് നടന്നത്. എങ്കിലും അതിന് ശേഷം ഒരു 23 കൊല്ലം ഇത് നടക്കാത്തതിനെ കൊണ്ടായിരിക്കാം ആൾക്കാർക്ക് ഇത്ര പേടി വന്നത്. ഇതിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് നമ്മളെ ബീഹാറിൽ ഇത് നടന്ന സമയത്ത് ഏകദേശം 65 ലക്ഷത്തോളം ആൾക്കാർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായി പോയിട്ടുണ്ട്. അതിനെ കൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് ഇത്രയും പേടി അനുഭവപ്പെടുന്നത്. ശരിയായിരിക്കും, ഇത്രയൊക്കെ കേൾക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവർക്കും പേടി കൊടുക്കുന്നത്. പക്ഷേങ്കിൽ SIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആൾക്കാർ ഒഴിവാക്കുക എന്നുള്ളതല്ലല്ലോ. ഈ ലൈക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കള്ളവോട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇരട്ട വോട്ട് ചെയ്യുന്ന ആൾക്കാർ, മരിച്ച ആൾക്കാർ, വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ച ആൾക്കാർ, ഇത്തരം ആൾക്കാരുടെയൊക്കെ രേഖകൾ ഇതിൽ നിന്ന് ശരിയാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാ ആൾക്കാരെയും വോട്ടർ ഐ ഡിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതല്ലല്ലോ. SIRലേക്ക് ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സൊന്നുമല്ല. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ BLOമാർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ചെറിയൊരു ഫോമാണ് ഉണ്ടാകുക, ഒരു എന്യൂമറേഷൻ ഫോം. 2 ഫോം ഉണ്ടാവും. അതിൽ ഒന്നിൽ നമ്മളെ ഡീറ്റെയിൽസ്, അതായത് 2002 വോട്ടർ ലിസ്റ്റിലുള്ള ആളാണെങ്കിൽ അതിൻ്റെ ID കാർഡും അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ ഫില്ല് ചെയ്ത് കണ്ട് അവർ ഒപ്പിട്ട് തരും. ആ ഒപ്പിട്ട് തരുന്ന 2ാമത്തെ കോപ്പി നമ്മുടെ കയ്യിൽ വെക്കുകയും ഫസ്റ്റ് കോപ്പി അവർ കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് ഒരു പ്രോസസ്സ്. പിന്നെ ഉള്ളത് പേരില്ലാത്ത ആൾക്കാരാണ്. എടാ, ഈ BLOമാർ തരുന്ന ഫോമില്ലേ, ആ ഫോമിൽ 2 കോപ്പി ഫോട്ടോയും കൂടി ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഒരു പുതിയ 2 കോപ്പി ഫോട്ടോ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഇനി പേരില്ലാത്ത ആൾക്കാരെ കേസ് പറയുകയാണെങ്കിൽ 2002 ലിസ്റ്റിൽ പേരില്ലാത്ത ആളുടെ പിതാവോ മാതാവോ അല്ലെങ്കിൽ അടുത്ത ബന്ധുമിത്രാദികൾ ആരോ ഉണ്ടെങ്കിലോ അവരുടെ പേരുകൾ നോട്ട് ചെയ്താലും ഈ SIR ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ കഴിയും. ഇനി ഇതിലും പേരില്ലാത്ത ആൾക്കാരെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒരു കയ്യിലൊന്ന് കരുതേണ്ടതുണ്ട്. 2004 ശേഷം ജനിച്ച ആൾക്കാർ അവരുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ കയ്യിൽ കരുതണം. കൂടെ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടി നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ ആണ്. ഈ പ്രവാസികൾ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവർക്ക് ഓൺലൈനായിട്ട് ഇത് ഫോം കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ നിലവിൽ. എന്നിരുന്നാലും BLOമാർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാർക്ക് അവർക്ക് എന്താണോ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത് വീട്ടിൽ നിന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ ക്ലിയർ ആവും. പിന്നൊരു ഒബ്ജക്ഷൻ പറയാനുള്ളത്, കല്യാണം കഴിപ്പിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോയവരും അവിടെ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നവരുടെയും കാര്യമാണ്. അവർ ചിലപ്പോൾ നിലവിലുള്ള സ്ഥലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിക്കൊള്ളുന്നില്ല. അവർ നോക്കേണ്ടത് എവിടെ നിന്നാണോ തങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് അല്ലെങ്കിൽ എങ്ങോട്ടാണോ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോയത് അവിടുത്തെ വോട്ടർ ഐ ഡിത്തെ പേര് വെച്ചിട്ടാണ് SIRലേക്ക് ഉൾപ്പെടുത്തുക. അതേപോലെ ഇതേപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും BLOമാരോട് അല്ലെങ്കിൽ BLOമാർ വീട്ടിൽ വരുന്ന നേരം ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ SIRലേക്ക് പ്രക്രിയ ചെയ്യാനുള്ള സമയമുണ്ട്. അതേപോലെ SIR വരുന്നേരം അതിൽ നമ്മുടെ പേരില്ല എന്നുണ്ടെങ്കിൽ ആദ്യം BLOമാർ തന്ന ആ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് നമുക്ക് അപ്പീലിന് പോകാനുള്ള ഒരു അവസരം കൂടി SIRലുണ്ട്. ഈ SIR എന്ന് പറയുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇത് നമ്മൾ ഒഴിവാക്കരുത്. കാരണം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഒരു അവകാശമാണ് നമ്മളെ വോട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.